ഹരേ കൃഷ്ണ. ലൗകിക കാര്യങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനായ നമുക്ക് എപ്പോഴും ഇടവിടാതെ ഭഗവാനെ ധ്യാനിക്കുവാൻ കഴിയുകയില്ല. പക്ഷേ ഭഗവാന്റെ നാമം, കൃഷ്ണ എന്ന തിരുനാമം ജപിക്കുവാൻ സാധിക്കും. ഉച്ചത്തിലോ ഉപാംശുമായിട്ടോ, അതായത് ചെറുതായിട്ട് മന്ദമായിട്ടോ മനസ്സിലോ ജപിച്ചാൽ മതിയാവും. ഭഗവാനും ഭഗവാന്റെ നാമവും രണ്ടും വ്യത്യസ്തങ്ങളല്ല, വ്യത്യസ്ത വസ്തുക്കളല്ല. ഭഗവാൻ തന്നെയാണ് നാമമായി ശബ്ദരൂപത്തിൽ ആവിർഭവിച്ചിട്ടുള്ളത്. അമ്മയായ യശോദ ഉണ്ണിക്കണ്ണനെ തൊട്ടിൽ കിടത്തി ആട്ടിയതുപോലെ നമുക്ക് നാക്ക് ആകുന്ന തൊട്ടിലിൽ കൃഷ്ണനാമത്തെ കിടത്തി ആട്ടിക്കൊണ്ടിരിക്കാം. ഇങ്ങനെ ഭഗവാൻ നാമം ജപിച്ച് നിരന്തരം അഭ്യസിച്ച് ശീലമാക്കി മാറ്റിയാൽ ആ അഭ്യാസഫലം കൊണ്ട് മരണകാലത്തും നല്ലത് വരും. അങ്ങനെ ഭഗവാന്റെ ലോകത്ത് നമുക്ക് എത്തിച്ചേരുവാനും സാധിക്കും. ഹരേ കൃഷ്ണ.